ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ ഒന്ന് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24നോട് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ അംഗത്വമാണ് ജൂലൈ 1 കാലാവധി പൂർത്തിയാക്കുന്നത്. ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 എണ്ണത്തിൽ LDFന് ജയിക്കാൻ കഴിയും. ഈ 2 സീറ്റിൽ ഒന്നിൽ CPIM മത്സരിക്കും. രണ്ടാമത്തെ സീറ്റ് ആർക്കാണ് എന്നതിലാണ് തർക്കത്തിന് സാധ്യത. LDF ചർച്ചകളിലേക്ക് കടക്കും മുന്നേ അവകാശവാദവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തി. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. സീറ്റ് നിലനിർത്താൻ CPIM നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ CPIക്ക് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയതിനാൽ ഇത്തവണ കേരള കോൺഗ്രസിനെ തന്നെ പരിഗണിക്കണമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അക്കാര്യത്തിൽ ബന്ധപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ നാളെ കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. യോഗത്തിൽ രാജ്യസഭാ സീറ്റും ചർച്ചയാകും. അവകാശവാദം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. LDFലെ രണ്ടാമൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കേരള കോൺഗ്രസ് എമ്മിനും CPIക്കുമിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു പാർട്ടികളും തയ്യാറായേക്കില്ല. അങ്ങനെ വന്നാൽ LDFന് അത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.